വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാരലിൻ ലെവിറ്റ് ഈ ഓഗസ്റ്റ് അവസാനത്തോടെ തന്റെ പദവി ഒഴിയുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിലൂടെയാണ് ഈ സുപ്രധാന വിവരം അറിയിച്ചത്. കൊച്ചുകുട്ടികളോടും കുടുംബത്തോടുമൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനാണ് ലെവിറ്റ് സ്ഥാനം ഒഴിയുന്നതെന്നാണ് ട്രംപ് പറയുന്നത്. ലെവിറ്റിനെ തന്റെ ഏറ്റവും വിശ്വസ്തയായ സഹായികളിൽ ഒരാളെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ഭരണകൂട ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രസ് സെക്രട്ടറിമാരിൽ ഒരാളാണ് അവരെന്നും അവരുടെ തീരുമാനത്തെ പൂർണ്ണമായി ബഹുമാനിക്കുന്നുവെന്നും അറിയിച്ചു. ട്രംപിന്റെ രണ്ടാം ഭരണകാലത്ത് 1.5 വർഷത്തോളം പ്രവർത്തിച്ച ലെവിറ്റിന് നിലവിൽ 28 വയസ്സാണ് പ്രായം. വൈറ്റ് ഹൗസ് ചരിത്രത്തിൽ പ്രസ് സെക്രട്ടറിയാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന നേട്ടം ലെവിറ്റിൻ്റെതാണ്. പദവി ഒഴിഞ്ഞാലും റിപ്പബ്ലിക്കൻ പാർട്ടിയിലും ട്രംപിന്റെ പുറത്തുനിന്നുള്ള ഉപദേശക സംഘത്തിലും അവർ സജീവമായി തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ. വരാനിരിക്കുന്ന നിർണായകമായ ഇടക്കാല കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ പാർട്ടി പ്രചരണങ്ങളിൽ അവർ വലിയ പങ്കുവഹിക്കും. തന്റെ രണ്ടാമത്തെ കുഞ്ഞിന്റെ ജനനത്തിന് തൊട്ടു പിന്നാലെയാണ് കാരലിൻ ലെവിറ്റ് ഈ രാജ്യപ്രഖ്യാപനം നടത്തിയത്. 2026 മെയ്യിലാണ് അവരുടെ മകൾ ജനിച്ചത്. പ്രസവശേഷം ജോലിയിൽ തിരിച്ചെത്തിയെങ്കിലും ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വവും സമ്മർദ്ദവുമുള്ള വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി പദവിയും കുഞ്ഞിന്റെ പരിപാലനവും ഒരേ സമയം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയാണ് ഈ കഠിനമായ തീരുമാനമെന്നും അവർ പറഞ്ഞു. അതേസമയം അവരുടെ സ്ഥാനമൊഴിയലിന് പിന്നിൽ മറ്റ് രാഷ്ട്രീയ മാനങ്ങൾ കൂടി വിദേശ വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇറാൻ വിഷയം ഉൾപ്പെടെയുള്ള വിദേശ നയങ്ങളിലെ തിരിച്ചടികൾ ന്യായീകരിക്കാൻ ലെവിറ്റ് കഷ്ടപ്പെട്ടിരുന്നതായി രാഷ്ട്രീയ നിരീക്ഷകനായ മാലിക് ദുദക്കോവ് വിലയിരുത്തുന്നുണ്ട്. കൂടാതെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റുകൾ ഭൂരിപക്ഷം നേടിയാൽ ട്രംപിനും സംഘത്തിനുമെതിരെ ആരംഭിച്ചേക്കാവുന്ന അന്വേഷണങ്ങളിൽ നിന്നും മാറി നിൽക്കാനുള്ള നീക്കമായി ഇതിനെ കാണുന്നവരുമുണ്ട്. എന്നാൽ പ്രസ് സെക്രട്ടറി പദവി നേരിട്ടുള്ള ഭരണനിർവഹണ ചുമതല അല്ലാത്തതിനാൽ ഇതിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലെന്നും വ്യക്തിപരമായ കാരണങ്ങളാൽ മാത്രമാണ് രാജിയെന്നും അന്താരാഷ്ട്ര നിരീക്ഷകനായ ആൻഡ്രേ കുസ്മാക്കും നിരീക്ഷിക്കുന്നുണ്ട്. മുങ്ങുന്ന കപ്പലിൽ നിന്നും രക്ഷപ്പെടുകയാണെന്ന വാദത്തോട് യോജിക്കുന്നില്ല. അവരുടെ പദവി ഒരു എക്സിക്യൂട്ടീവ് പദവിയല്ല. ഭരണകൂടത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തുകയോ രഹസ്യരേഖകൾ ദുരുപയോഗം ചെയ്യുകയോ ചെയ്തിട്ടില്ലെങ്കിൽ അവരെ ജയിലടയ്ക്കാൻ ഒന്നുമില്ല എന്നാണ് വിദഗ്ധർ വിശദീകരിച്ചത്. ഡൊണാൾഡ് ട്രംപിന്റെ ടീമിലെ ഭരണപരമായ മാറ്റങ്ങളുടെ ഭാഗമായിരുന്നു കാരലിൻ ലെവിറ്റിന്റെ സ്ഥാനമൊഴിയൽ. സമീപ മാസങ്ങളിൽ ഉയർന്ന പദവിയിലുള്ള നിരവധി ഉദ്യോഗസ്ഥർ തങ്ങളുടെ പദവികൾ ഒഴിഞ്ഞിട്ടുണ്ട്. മെയിൽ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബ്ബാർഡ് രാജി പ്രഖ്യാപിച്ചിരുന്നു. അവരുടെ കാലാവധി ജൂൺ 30 അവസാനിച്ചു. അപൂർവ ഇനം അർബുദബാധിതനായ ഭർത്താവിനൊപ്പം സമയം ചെലവഴിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയാണ് ഗബ്ബാർഡ് ഈ തീരുമാനം വിശദീകരിച്ചിരുന്നത്. മാർച്ചിൽ ജോ കെന്റ് നാഷണൽ കൗണ്ടർ ടെററിസം സെന്റർ ഡയറക്ടർ സ്ഥാനം ഒഴിഞ്ഞു. ഇറാന്റെ സൈനിക നടപടികളുള്ള വിയോജിപ്പിനെ തുടർന്നാണ് രാജിവെച്ചത്. ഈ സംഘർഷം രാജ്യത്തിന്റെ ദേശീയ സുരക്ഷാ താൽപര്യങ്ങൾക്ക് അനുസൃതമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റൊരു ശ്രദ്ധേയമായ മാറ്റം ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച ക്രിസ്റ്റ്യനോമിന്റെ പുറത്താക്കലായിരുന്നു. വകുപ്പിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കിടയിൽ അവരുടെ പ്രവർത്തനങ്ങളെ വിമർശിച്ചുകൊണ്ട് 2026 വസന്തകാലത്ത് ട്രംപ് അവരെ പദവിയിൽ നിന്നും നീക്കം ചെയ്യുകയായിരുന്നു. US അറ്റോർണി ജനറൽ പാം ബോണ്ടിയും വസന്തകാലത്ത് ഭരണകൂടത്തിൽ നിന്നും പടിയിറങ്ങി. ഏപ്രിൽ 2 ട്രംപ് അവരെ പദവിയിൽ നിന്ന് നീക്കിയത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ രണ്ടാം ഭരണകാലത്ത് ഏറ്റവും ശ്രദ്ധേയമായ വ്യക്തിഗത മാറ്റങ്ങളൊന്നായിരുന്നു അവരുടെ സ്ഥാനമൊഴിയൽ. ഇതെല്ലാം ട്രംപ് ഭരണകൂടത്തിൽ നിന്നും അടുത്തായി ആരാണ് പുറത്തു പോകുന്ന ചോദ്യമാണ് ഉയർത്തുന്നത്.